നമ്മളിങ്ങനെ ലുലുക്ക് വെറുതെ ചെറുതായിട്ടൊരു ഷോപ്പിങ്ങിനായിട്ട് വെറുതെ ഇറങ്ങിക്കാം. അച്ഛൻ്റെ അപ്പുറത്തുണ്ട്. അച്ഛന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇക്കാക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. വെറും ഒരു ചെറിയ ചിരി മാത്രം. അല്ല, പെട്ടെന്ന് ഇറങ്ങിയതാണ് കേട്ടോ. രാത്രി 8-9 മണിയായിരുന്നു. നമുക്ക് രാത്രി ഇങ്ങനെ കറങ്ങാൻ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഹായ് അച്ചു, ഹർഷ, വാ കണ്ടുവാ, ഹൈപ്പർ മാർക്കറ്റിൽ പോവാം. എനിക്ക് എപ്പോഴും ഇതിൽ കയറുമ്പോൾ പേടിയാണ്. എനിക്ക് എപ്പോഴും എന്നെ കളിയാണ്. ഹലോ ലുക്കച്ചു, നമ്മളിങ്ങനെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. താഴത്ത് ഇറങ്ങുമ്പോൾ നോക്കിയിരിക്കും മൂക്കും കുത്തി അവിടെ കിടക്കുന്നത്. ഹർഷാദേ ഫ്രണ്ടിൽ വന്ന അങ്ങനെ നമ്മൾ മുകളിലേക്ക് എത്തി. ഞങ്ങട്ട് ഒറ്റ ചാട്ടം. ഇനി നമ്മൾ ഫുഡൊക്കെ ഇഷ്ടമല്ല കേട്ടാ. ഇന്ന് അത്രയ്ക്ക് തിരക്കില്ല അല്ലേ? എന്താ കഴിക്കുന്നത്? പിസയാ? ഇപ്പൊ പിന്നെ എവിടെ? ഗൾഫിലാ? അപ്പുറത്താവും. നോക്കിക്കോ. നല്ല അടിപൊളി ടേസ്റ്റ്. പറ്റാത്തത് അതായത് പുറമേ കുറെ പേര് പറയും കണ്ണൂർ കോഴിക്കോട് അവർക്ക് വൈറ്റ് റൈസ് അല്ലേ, നമ്മുടെ ഇത് വന്നിട്ട് ഇത് ഇറച്ചി ചോറെന്നാ പറയാം. പക്ഷെ അവർക്ക് അവരുടെ ബിരിയാണി ഫേവറേറ്റ് മാതിരി നമുക്ക് നമ്മുടെ നാട്ടിലെ ബിരിയാണി ഇത് റാവുത്തർ ബിരിയാണി ഫേവറേറ്റാണ്. ഇത് വീട്ടിലാണെങ്കിലേ ഇങ്ങനെ ഇരിക്കില്ല. എനിക്കിലും ഡൽഹി കഴിക്കുന്ന ഭയങ്കര ഇഷ്ടം. എപ്പോ അങ്ങേര് നടന്നു പോയല്ലോ. വിജയ നമ്മുടെ ഉണ്ണിക്കണ്ണൻ മംഗല ഡാം എന്ന് പറയുന്ന ഒരാള് ബ്ലോഗ് ചെയ്യുന്ന നെന്മാറക്കുള്ള വിജയിനെ കണ്ടു. വിജയിനെ കാണാൻ വേണ്ടിയിട്ട് നടന്നല്ലേ, കാലൊക്കെ പൊട്ടി ഇങ്ങനെ നടക്കണ്ടായിരുന്നു. അല്ലോ നമ്മൾ നെല്ലൂരിൽ ഫ്രൈഡ് ചിക്കൻ ഇതൊക്കെ കഴിക്കുന്നത്. കുറച്ച് ബിരിയാണി കഴിച്ചാൽ മിക്ക ബിരിയാണി കഴിച്ചത്. അപ്പോൾ റോസ്റ്റ് കഴിക്കുന്നത്. പിന്നെ ബിരിയാണി നന്നായിട്ടുണ്ട്. ബിരിയാണി നന്നായിട്ട് എന്ത് എൻ.എം.ആർ ബിരിയാണി അടിപൊളിയാണ്. എൻ.എം.ആറിൽ റോസ്റ്റും അടിപൊളിയാണ് കേട്ടോ. എനിക്ക് അത്രയൊന്നും വേണ്ട. ഇത് കുഞ്ഞു വായിട്ട് കൊണ്ടുള്ളതിനെ കൂടെ തിരി വാപ്പേ മകൻ തരുന്നു. ചീസ് ഭയങ്കര സോൾട്ടി. ഞാൻ ഒരു ചെമ്മീൻ്റെ ഒരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഏതിനാ? ചെമ്മീനാ? റൈറ്റിൻ്റെ അവിടെ. ഓക്കെ, ഭയങ്കര ഉപ്പ് മോനെ അത്. അതിൽ ചീസ് നമുക്ക് വേണം. ചിക്കൻ കഴിക്കാം. രാഷ്ട്രീയ പാനിപ്പൂരി ഓർഡർ ചെയ്താ. ഇവിടെ ഈ ടൊമാറ്റോ സോസ് ഒക്കെ തരുന്നതേ പാക്കറ്റ് വെറുതെ ആരും കഴിയില്ല. മയോണൈസ് കഴിയും, കഴിക്കണം. പാപ്പടം ഇതാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള ചെമ്മീൻ. ആകെ ഇതിലൊരു 6 പീസ് ഉണ്ട്. ഇതിന് 240 രൂപ അല്ലേ? ഇതൊന്ന് പൊട്ടിക്കുമോനെ മയോണൈസ്.
ചൂടില്ലടാ. നമ്മൾ ഇതിലിങ്ങനെ മയോണൈസിൽ കഴിച്ചോട്ടെ. ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം കഴിച്ചു. ചെമ്മീൻ കഴിക്കാറുണ്ട്. പ്രോബ്ലം വലിയ ടേസ്റ്റ് പറയല്ല. കഴിച്ചു. ഉള്ളിൽ ഇത്തിരി ചൂടുണ്ട്. ഹർഷ എങ്ങുണ്ട്? കുഴപ്പമില്ല, അത്രയാണ്. ചില വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരൊക്കെ പോയിട്ട് ഇതൊക്കെ കഴിക്കുമ്പോഴും നമുക്കൊന്ന് വെറൈറ്റി ടേസ്റ്റ് ചെയ്യാൻ തോന്നില്ല. അപ്പം അതുകൊണ്ട് മേടിച്ചാണ്. ഹർഷാദ് എനിക്ക് പാനിപ്പൂരി തന്നില്ല. ചിക്കന് പാനിപ്പൂരി നമ്മൾ മേലിൻ്റെ ഭക്ഷണമൊക്കെ കഴിച്ച് താഴെ വന്ന് ചെറുതായിട്ടൊരു ഷോപ്പിംഗ്. ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുവാണ്. ഇപ്പം ലുലുവിൽ അത്രയ്ക്ക് ഓഫറൊന്നുമില്ല അല്ലേ? ഓഫറൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് വീട്ടിൽ പോവാം. ആ, ഇത് മേടിക്കണം മോനെ. സോപ്പ് ഇത് സ്ക്വാഡാണ്. സ്ക്വാഡ് ഒരു സോപ്പിൻ്റെ ലിക്വിഡാണ് ഇത്. സ്ക്വാഡ് വേണ്ട. ഇത് പക്ഷെ റേറ്റ് എത്ര വരുന്നു? ആണോ? ഓക്കെ. വാപ്പയോടെ വാപ്പി ഇക്ക അവിടെ എവിടെ ഉണ്ട്? എവിടെ? വാപ്പ ചോദിച്ചിട്ട് എടുക്കാം. വാപ്പ ചിലപ്പോൾ ഇത് വേണ്ട, നമ്മൾ വേറെ ഉപയോഗിക്കുന്ന അപ്പുറത്ത് എവിടെയാണ് ഇപ്പൊ വരും. വാപ്പി ഇതേ വന്നു. ഇക്കനെ കാണാൻ അവർ തിരഞ്ഞുകൊണ്ടിരിക്കുക. ഇക്ക കാറിൽ വെക്കുന്ന ടിഷ്യൂ മേടിക്കാൻ പോയതാണ്. മേടിക്കാനല്ല, എടുക്കാൻ വേണ്ടി പോയതാണ്. മേടിക്കാൻ പോയതാണ്. നമ്മളിവിടെ എടുത്തിട്ട് മേടിക്കും, എന്നിട്ട് പോയിട്ട് ബില്ലിടും. ഇക്ക ഇത് ലിക്വിഡ് ഇതെടുക്കാം. ഞാനിവിടെ ഒരു സാധനം കാണിച്ചു തരാം. ഇതാണ് ഗുൽക്കണ്ട്. ഈ ഗുൽക്കണ്ട് എന്ന് പറയുമ്പോൾ റോസിൻ്റെ ഇതളില്ലേ, റോസാപ്പൂവിൻ്റെ ഇതളിൽ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. റോസാപ്പൂവിൻ്റെ ഇതളും തേനും കൂടിയിട്ടുള്ള നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഡയറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വരെ ഇത് കഴിക്കാൻ നല്ലതാണ്. അത് പറഞ്ഞാൽ മധുരം കഴിക്കാൻ ക്രേവിങ്സ് ഒക്കെ വരുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് മേടിക്കാറുണ്ട് ഓൺലൈനിൽ നിന്ന്. അപ്പോൾ ഒരെണ്ണം ഞാൻ എടുത്തു. നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. അച്ചുണ്ട് ഒലിവ് ഓയിൽ വേണക്ക. അതിൻ്റെ ടൂണ ഫിഷ് കറിയൊക്കെ അത് ഇവരിൻ്റെ അന്ന് ചക്കന് ഇത് ചൂടാക്കിയിട്ട് ഒന്നും മിക്സ് ആക്കണ്ട. ഇത് കറിയാണ്. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, ഇവരുടെ ആഡ് കണ്ടിട്ടുണ്ട്. ഇതൊക്കെ കറി ഇതൊക്കെ ഉണ്ടാവാം. ഇത് ഒന്ന് ചൂടാക്കി എടുക്കുക. ഓവനിൽ വെച്ചിട്ട് ചൂടാക്കി കഴിക്കുക. ഇത് ഒരുപാട് ഇത് എന്താണ് ഫിഷ് കറി. ഇത് ഫിഷ് കറി കണ്ട. പക്ഷേ അതെ, ഇത് ടൂണ. പക്ഷെ എത്ര തന്നെ ആണെങ്കിലും ഇതിൽ കെമിക്കൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഇല്ലാണ്ടിരിക്കുകയൊന്നുമില്ല. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്, ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ. ഇന്ന് അസുഖങ്ങൾ തല്ലിയാട്ടിയേ പോകുന്നില്ല കേട്ടോ. അതുകൊണ്ട് കുറേ ശ്രദ്ധിക്കും. ഇതൊക്കെ ചോറ് വരെ ബീഫ് മപ്പാസ് ഉണ്ട്, ചില്ലി, വെറൈറ്റി നിറയുണ്ട് കേട്ടോ. ഇതൊക്കെ കൊണ്ടുപോയിട്ട് ഓവനിൽ വെച്ച് ചൂടാക്കി കഴിച്ചാൽ മതി. പക്ഷെ നമുക്ക് വേണ്ട. പപ്പടം വേണക്ക. അച്ചു മീൻകറി ചിക്കൻ കറിയൊക്കെ ഉണ്ടാതെ. അച്ചു ഇത് ടേസ്റ്റി നിബിൾസ് അല്ലേ ഈ കമ്പനി? ഇതിൻ്റെ ഒരുപാട് പ്രോഡക്റ്റുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഉള്ളിൽ പകുതിയും അതാണ് ഉള്ളത്. ഞാനിങ്ങനെ പെറുക്കിക്കൊണ്ട് നടക്കുന്നുണ്ട്. ഞാനൊരു പെറുക്കിയാണ്. പെറുക്കി ഇല്ലിക്ക പെറുക്കിക്കൊണ്ടേ നടക്കുന്ന ഒരു സാധനമാണ്. അതെ, ഓവർ പെറുക്കാൻ നിൽക്കണ്ട, നടക്കുന്ന പറയും നിക്ക. അപ്പൊ പതുക്കെ ഞങ്ങൾ ഇങ്ങോട്ട് നടക്കട്ടെ. ഇത് ഫ്രൂട്ട്സിന്റെ മറ്റേതുണ്ടാവില്ല. എനിക്കിഷ്ടമുള്ള സ്വീറ്റ്സ് ഉണ്ട് അവിടെ, പക്ഷെ ഇപ്പൊ അതില്ല. എപ്പോഴും വന്ന് എടുക്കണോണ്ടാ തോന്നുന്നു. ഇത് വേണം മോനെ, പല ടൈപ്പ് ഹൽവ. ഇത് നോക്കൂ, കണ്ടോ? കാണിച്ചു തരാം കേട്ടോ. ഇതേ മറ്റേ സാധനിച്ചു, ഇതേ മറ്റേ രസഗുള.
ഇല്ല, അതേ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതില്ലായിരുന്നേ. ഇതാണ് ഭയങ്കര ടേസ്റ്റാണ്. എന്തോന്നത്? പേത്ത ഗുൽക്കണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ. അതേമാതിരി മറ്റേത് എന്താണ്, രസഗുളയാണോ? ആ വെള്ള രസമലായി, ഭയങ്കര ടേസ്റ്റ് കേട്ടോ. വലിയ മധുരമൊന്നുമില്ല, പക്ഷെ ഭയങ്കര ടേസ്റ്റ്, ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഗുൽക്കണ്ട് ഇത് കുമ്പളങ്ങി കുമ്പളങ്ങി ഒരു ഇതാണ്. ഇതാണ് ഈ പേട്ട. ഇത് വന്നിട്ട് രസഗുള, ഗുളഗുള. ഇത് ഡ്രൈ പേട്ട. അവരുടെ കുമ്പളങ്ങിയിൽ ഉണ്ടാക്കുന്ന ഒരു ഇതാണ്. ഇതുണ്ടോ? അതെ, നമ്മളന്ന് രസഗുളയില്ലേ, വേറൊരു സാധനം, അതെന്താ? മാംഗോ കോക്കനട്ട്. എടുത്തോ. ഇവിടെ വരുമ്പോൾ എല്ലാ വെറൈറ്റി നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മുടിയൊക്കെ ഭയങ്കര അലങ്കോലമായിട്ടാണ് ഇരിക്കുന്നത്. എൻ്റെ കെട്ടിയവിടെ മൂപ്പര് അവിടെ ഫ്രൂട്ട്സ് മേടിക്കാൻ പോയത് അപ്പുറത്ത്. ഞാൻ എൻ്റെ ഡയറ്റിൽ കഴിക്കുന്ന ഒരു സംഭവമാണ് ഇതിൻ്റെ അടിയിൽ കണ്ടോ, കിൻവ എന്ന് പറഞ്ഞിട്ട്. ഇത് അതിൻ്റെ ഇതുള്ളതാണ്. അത് പറഞ്ഞാൽ തോടൊന്നും എടുക്കാത്ത, ഞാൻ തോട് എടുത്തിട്ടുള്ളതാണ് കഴിക്കുന്നത്. നല്ലതാണ്, വെയിറ്റ് ലോസിനൊക്കെ ഹെൽത്തി ആയിട്ടുള്ളൊരു നല്ലൊരു ഇതാണ്. ഇവിടെ ഫുള്ള് സാലഡും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് എടുക്കുന്നുണ്ട്. കിൻവ വീട്ടിലുണ്ട്. ഇതിപ്പോൾ കട്ട് ചെയ്ത ഫ്രൂട്ടാണ്. 135 രൂപ ഒരു ബോക്സിന്. ലുലുമാളും കണ്ടോ, ആരുമില്ല. സമയം 10:11 മണിയാവാനായിട്ടോ. കഴിഞ്ഞു, എല്ലാവരും വീട്ടിലേക്ക് പോയി. സ്റ്റാഫൊക്കെ ഇനി നമ്മൾ മാത്രമേ ഉള്ളൂ. കണ്ടോ, എല്ലാവരും പോയി. അപ്പം ഞങ്ങൾ വീട്ടിൽ പോകണം. ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇത് അച്ചു, ഇക്ക, അർഷാദ്, അച്ചുദേ അവിടെ ഉണ്ട്. കാർ എടുക്കാൻ പോണ്. അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ. ഇക്കൊരു ബൈ പറയൂ. ബൈ.